അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സത്യവും അസത്യവും ധർമ്മവും അധർമ്മവും തമ്മിൽ ഹിജ്റ 2-ാം വർഷം റമദാനിൽ ഐതിഹാസികമായ ഗസ്വത്തുൽ ആലം എന്നും അതുപോലെ തന്നെ ബദറുൽ കുബറ എന്നും പേരിൽ അറിയപ്പെട്ട മാപ്പിളക്കവി സമ്രാട്ട് മൊയ്ൻകുട്ടി വൈദ്യരാൽ വിരചിതമായ ബദർ യുദ്ധ ചരിത്ര സമാഹാരം നിങ്ങൾക്കായി സമർപ്പിക്കുകയാണ്. അത് നിങ്ങൾക്കിങ്ങനെ കേൾക്കാം. പ്രിയമുള്ളവരെ, ബദരീങ്ങളിൽ റബ്ബുൽ അലീമായോനേ ശറഫും ദിലായേറ്റം ചൊരിക്ക് കോനേ അഹിതം വരാതിമാൻ നിറവേറ്റണേ അവരോലെന്നെ ഹാജ തുകൾ ബീട്ടണേ. അങ്ങനെ ബദറിലേക്ക് നമുക്ക് ഇങ്ങനെ കടന്നു ചെല്ലാം. മഹാകവി മൊയ്ൻകുട്ടി വൈദ്യർ ബദർ ചരിത്രത്തിൻ്റെ ഐതിഹാസികമായ രംഗം ആ കാവ്യം വിവരിക്കുന്നത് അതിങ്ങനെയാണ്. ഹക്കാനെ കൊന്നമറൽ മാക്കാവ് വിട്ട നബി പക്ക മദീന തടവായി ഹാറിതും എത്തിടുക ഈരാറും മൊത്ത ഷഹർ ബാറാൽ പൊറുത്ത പിറകേ തക്കോർ ഹമീദരും മീക്കൊരു സഹാബികളും ഒക്കായിരിക്കും പൊഴുതിൽ ജാസൂസൊരുത്തർ പറയാസിനെ ബിക്കൊരുവി ശേഷം ബിരുത്തി പൊരുളായി. 40 വയസ്സ് വരെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അൽ അമീൻ എന്ന സർട്ടിഫിക്കറ്റ് നൽകിയ ആളുകളായിരുന്നു മക്ക മുശ്രിക്കുകളും എല്ലാവരും. പക്ഷേ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഹബീബായ നബി തങ്ങളെ അവരെല്ലാവരും വെറുക്കാനുള്ള കാരണം എന്താണ്? അള്ളാൻ്റെ ഹബീബ് ത്വഹ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 40-ാമത്തെ വയസ്സിൽ നബുവത്ത് കിട്ടി അവരോടൊരു കാര്യം പറഞ്ഞതിൻ്റെ പേരിലാണ്. നിങ്ങൾ ഈ കാണുന്ന സ്വനമുകൾക്ക് മുമ്പിൽ വണങ്ങുന്നതിന് പകരം മേഘനായ റബ്ബിനെ മാത്രമേ നിങ്ങൾ വണങ്ങാവൂ എന്ന സത്യം അത് തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ ഒരുപാട് മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയെന്ന് മാത്രമല്ല, സഹിക്കവയ്യാതായ ഹബീബായ നബിതങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടപ്പോൾ ലാസ്റ്റ് വെച്ചുകൊണ്ട് അല്ലാഹു ഹിജ്റക്ക് അനുമതി നൽകുകയായിരുന്നു. അങ്ങനെ സ്വന്തം നാടും വീടും വിട്ട് മദീനയിലേക്ക് ഹിജ്റ പോയ നബിതങ്ങൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ താമസമാക്കിയ കാലത്തായിരുന്നു. ഒരു ദിവസം മദീന പള്ളിയിൽ സഹാബത്തിന് അള്ളാൻ്റെ റസൂൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് എന്ത് സംഭവിക്കുന്നത് എന്ന് മഹാകവി മൊയ്ൻകുട്ടി വൈദ്യർ തന്നെ പറയട്ടെ. അതാ ജാസൂസൊരുത്തർ പറയാസിനെ ബിക്കൊരുവി ശേഷം ബിരുത്തി പൊരുളായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് മദീന പള്ളിയിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതാ അന്ന് എന്ത് കവാടമാണോ ഉണ്ടായിരുന്നത് ആ കവാടത്തിൽ മുട്ടുന്നു. സഹാബ വാതിൽ തുറന്നു കൊടുത്തപ്പോൾ ഉള്ളിലേക്ക് കയറി വന്ന വ്യക്തി ഹബീബായ നബി തങ്ങൾക്ക് സലാം ചൊല്ലി ഒരു കാര്യം ഉണർത്തുകയാണ്. എന്തായിരുന്നു അത് എന്ന് മഹാകവി മൊയ്ൻകുട്ടി വൈദ്യർ തന്നെ അദ്ദേഹത്തിൻ്റെ ഈരടികളിലൂടെ പറയട്ടെ. ബക്കാതെ സാവർ ബായിറോ കാകേറിയേച്ച രക്കാടൈ പൊന്നും ചുമയായി വാരുന്നു വാദി ബാദർ ചേരും നാവറുകൾ തീഹാം ഊരിന്നൊരുങ്ങി ഹറജായി നിക്കാതെ ഷാമുങ്ക യേശുവാനും സൗദാക്കറിലാമും ഒരുമീ നിഫറാറവർ കടവെക്കഫിയായേ മൂപ്പന്നബു സുഫിയാന് ദണ്ടും മുരയായി സുഫിയാന് ദണ്ടും മുരയായി. 100-ൽ തികയാത്ത ഒട്ടകങ്ങളും 70ഓളം വരുന്ന ആളുകളും അതാ വമ്പിച്ച സൈന്യവുമായി അതാ കച്ചവടച്ചരക്കുകളും മറ്റുമായി ഒരു വമ്പിച്ച കച്ചവട സംഘം മക്കയിൽ നിന്നും അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിൽ ഷാമിനെ ലക്ഷ്യമാക്കി പുറപ്പെട്ട രഹസ്യ വിവരമാണ് അപരിചിതനായ ആ വ്യക്തി ഹബീബായ നബി തങ്ങളെ അറിയിച്ചത്. ഈ സമയം
എന്ത് ചെയ്തെന്നറിയുമോ? മഹക്കവൈ മൊയ്ൻകുട്ടി വൈദ്യർ വിവരിക്കുകയാണ്. ഉരയെ താരിത്ത് നബിയാരിഗോരിലുറ്റുടനെ തരമാൽ പൂറപ്പെടുകലായി ഉറ്റക്കവാഫിർ മുതൽ പാറ്റി പാറിപ്പതിനെ മുറ്റിത്തിരക്കി നടയായി അരിമാൻ നബി സഹാബും വരുന്നുണ്ടറിന്തവറുകൾ ഹരികണ്ട് ബേട്ട പതി പോൽ ആയി പശം തടവെ പോയി കടന്ന് ബദർ മായക്കുലങ്ങൾ ക്ഷണമാൽ. ഉടനെ തന്നെ മഹാനായ സഹാബത്തിനോട് സംഭവത്തിൻ്റെ ഗൗരവം ഹബീബായ നബി തങ്ങൾ വിശദീകരിക്കുകയാണ്. മക്കയിൽ നിന്ന് നമ്മൾ പലായനം ചെയ്തപ്പോൾ നമ്മുടെ സമ്പത്തെല്ലാം അവർ കവർന്നെടുക്കുകയുണ്ടായി. ആ സമ്പത്തെല്ലാം നമുക്ക് തിരിച്ചു പിടിക്കാനുള്ള ഒരവസരം, ഒരു ചാൻസ് സഹാബത്തെ നമുക്ക് കൈവന്നിരിക്കുന്നു. അതിനാൽ അബൂ സുഫിയാനെയും കച്ചവട സംഘത്തിനെയും പിടികൂടാൻ പുറപ്പെടണം. നബിയും സഹാബത്തും കച്ചവട സംഘത്തിനെ പിടികൂടാൻ പുറപ്പെട്ടെങ്കിലും തന്ത്രശാലിയായ അബൂ സുഫിയാൻ ഈ സംഭവം മണത്തറിയുകയും ബദർ വഴിയല്ലാത്ത മറ്റൊരു വഴിക്ക് അബൂ സുഫിയാനും കച്ചവട സംഘവും നീങ്ങുകയും അബൂ സുഫിയാൻ മറ്റൊരു വഴിക്ക് ഷാമിലേക്ക് നീങ്ങിയ വിവരം ഹബീബായ നബി തങ്ങൾക്ക് മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അറിയിച്ചു കൊടുത്തു എന്ന് മാത്രമല്ല, അങ്ങനെ നബിയും സഹാബത്തും മദീനയിലേക്ക് തന്നെ മടങ്ങുകയും ചെയ്തു. ഷാമിനെ ലക്ഷ്യമാക്കി നീങ്ങിയ അബൂ സുഫിയാനും സംഘവും ഷാമിലെത്തിയോ ഇല്ലയോ എന്ന് അടുത്ത ഈരടികളിലൂടെ മഹക്കവി മൊയ്ൻകുട്ടി വൈദ്യർ വിവരിക്കുകയാണ്. അത് നിങ്ങൾക്ക് ഇങ്ങനെ കേൾക്കാം. നെരിബാലെതിർത്തുരവ് ഉരമാൽ കൂതിത്ത പടി പെരികാബായത്ത് ഹർബായി പെരികാബായത്ത് ഹർബായി നമ്മക്കവാഫിറുകളും കേമീത്തെ നോക്കുകളും ഷാമുക്ക് ചേർന്ന് ഷറഫായി ഷാമുക്ക് ചേർന്ന് ഷറഫായി. അബൂ സുഫിയാനും സംഘവും ഷാമിലെത്തിയോ ഇല്ലയോ? ഇൻഷാ അല്ലാഹ് അടുത്ത എപ്പിസോഡിൽ അത് നിങ്ങൾക്ക് ഇങ്ങനെ കേൾക്കാം, അങ്ങനെ കേൾക്കാം.